പോയി. എനിക്കോ സങ്കടോ എന്ന് വെച്ച് സങ്കടപ്പെടാൻ ഞാനൊരു അൽഫാം മേടിച്ചാൽ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോ ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അഖിലിന് നേരത്തെ ബസ് കണ്ടക്ടറുമായിട്ട് ഈ പിന്നെ പുള്ളിക്കാരിക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം അഖിൽ NRDക്ക് നേരത്തെ അറിയാവുന്നതാണ് പറയുന്നത്. 2-3 വട്ടം താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു അഖിൽ NRD. അപ്പൊ അന്നേരം അവള് പറഞ്ഞെന്താന്ന് വെച്ചാൽ ബസ് കണ്ടക്ടർ എന്റെ പിന്നാലെ വരുന്നുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബസ് കണ്ടക്ടറാണ് ശല്യം ചെയ്ത് നിരവധി തവണ ഈ പുള്ളിക്കാരിയുടെ അടുത്തോട്ട് ചെന്നതെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ ഭയങ്കര വഴക്കായതിനു ശേഷമാണ് പിന്നെ പ്രേമത്തിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവര് തമ്മിലുള്ള ചാറ്റിംഗ് പിടിച്ചു അഖിൽ NRD. ആ സമയത്ത് അഖിൽ NRD നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ സമയത്ത് ഭാര്യ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എനിക്കെന്താ വട്ടാണോ ആ കിളവനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അഖിൽ NRDയുടെ ഭാര്യ അഖിൽ NRDയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് പുള്ളിക്കാരൻ വിചാരിച്ചത് ഇതൊക്കെ പ്രേമമൊന്നും ഉണ്ടാകില്ല എന്നാണ്. വീണ്ടും ഞാനിവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, ബസ് കണ്ടക്ടറാണ് പുറകെ നടന്നത് പുള്ളിക്കാരിയുടെ. എന്റെ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. അടുത്തൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പെണ്ണുങ്ങളുടെ ഫോട്ടോയ്ക്ക് ലൈക്ക് പണ്ണ മാട്ടേൻ, ഇനി മുതൽ ഞാൻ വായി നോക്ക മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അനപ്പ മാട്ടേൻ, പെണ്ണുങ്ങൾക്ക് റിക്വസ്റ്റ് അയക്ക മാട്ടേൻ, പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഇറക്ക മാട്ടേൻ. ഇത് സത്യോ സത്യോ സത്യോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖിൽ NRD പിന്നെ ഈ ഭാര്യയെ ഉപദ്രവിക്കത്തോ തെറി വിളിക്കത്തോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അഖിൽ NRD പുള്ളിക്കാരന്റെ ലൈഫ് എന്ന് പറയുന്നത് ഭാര്യയെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ എപ്പോ 24 മണിക്കൂറും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ക്യാമറയും തൂക്കി നടപ്പും ഇതൊക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഫുൾ ടൈമും ഈ ഒരു ക്യാമറയിലും വീഡിയോ എടുക്കലിലും എഡിറ്റിങ്ങിലും ഒക്കെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഈ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി. കാര്യം ഭാര്യയ്ക്ക് ഒരു പരിഗണന കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ പിന്നെ എന്താണ് അവൾക്ക് കിട്ടേണ്ട ഒരു സ്നേഹവും കരുതലും കിട്ടാത്തത് കൊണ്ടാണ് അവൾ ഇറങ്ങി പോയതെന്ന്. അത് വളരെ സത്യമാണ്. പക്ഷെ ഒരുപാട് പേര് അഖിലിന്റെ കൂടെയാണുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവള് ചെയ്തത് ഭയങ്കര മഹാ അപരാധമാണ്. അഖില് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് അവൾ ഇറങ്ങി പോയതെന്നുള്ള രീതിയിലാണ് കുറച്ചു പേര് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അഖിലിൽ നിന്നും ഇങ്ങനെ ഒരു സ്നേഹമോ കരുതലോ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി നേരെ വീട്ടിൽ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുക, എനിക്ക് ഇങ്ങനെ പോലെ ഒരു അനുഭവം ഉണ്ട്, ഇങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങിക്കുക. അതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ച് അലൻ ജോസ് പെരേര കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു. അപ്പൊ അഖിലേട്ടാ വിഷമിക്കരുത്. അപ്പൊ ലൈഫാണ്. അപ്പൊ അഖിലേനാട് ചേട്ടൻ കാണാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യണത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്, കല്യാണ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലൊരു സങ്കടമുണ്ട്. കാരണം ഇപ്പോ ആൾക്കാരിപ്പോ എല്ലാവരും കല്യാണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കും. പക്ഷെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ആണ്, എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്. കാരണം എത്ര കോടിക്കണക്കിന് രൂപ ഉണ്ടായാലും പെണ്ണിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് കൂടെ എടുക്കാം ചേട്ടാ. അപ്പൊ എന്തായാലും വിഷമമുണ്ട്. കാരണം എന്നെക്കാളും പ്രായം കൊണ്ട് മൂത്താണ്. അപ്പൊ ചേട്ടന് കൂടാണ്ടിരിക്കുക, വേറെ ഒന്നും ചിന്തകളൊന്നും വേറെ ഉണ്ടാകരുത്. കാരണം സാധാരണ ഇങ്ങനത്തെ ചിന്തയിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒന്നും കാണിക്കരുത്. കാരണം നമ്മൾ ഒരുപാട് പേര് മറ്റേ പല രീതിയിൽ റിയാക്ട് ചെയ്ത് കാണുന്നുണ്ട്. കാരണം ഇതൊരു കണ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ശരിക്കും നമുക്ക് ഉള്ളിൽ തട്ടിയിട്ട്. കാരണം ഇത്രയും പുള്ളി ഇപ്പൊ എന്നെക്കാളും പുള്ളിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സിനിമയിൽ വരെ അഭിനയിച്ച് എന്നിട്ടും ആ ഒരു ഫാമിലിയിൽ അതൊരു ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് വന്നെങ്കിൽ അത് എന്താ പറയാ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്തായാലും ചേട്ടൻ എന്തായാലും ഇനി വിഷമിക്കാണ്ട് കണ്ടന്റ് ചെയ്യുക. ചേട്ടൻ ഒരിക്കലും മറ്റുള്ള ചിന്തകളിലേക്ക് പോകരുത്, ബാഡായിട്ടുള്ള ചിന്തിക്കരുത്. കാരണം ലൈഫാണ്. ഞാനും ഈ ട്രോമയിലൂടെ കടന്നു പോയതാണ്. എന്നെ ഒരുപാട് ആൾക്കാരൊക്കെ തേച്ചതാണ്. അതൊക്കെ നമുക്ക് പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോ നമ്മളും ഈ കല്യാണം കഴിക്കാണ്ട് തന്നെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും അഖിലേട്ടനാണ് കൊണ്ട് പറയാനുള്ളത്, ബി കൂൾ. എന്ത് തന്നെയായാലും ഒളിച്ചോടുന്നത് തെറ്റാണ്, അത് തെറ്റല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് വീട്ടിൽ പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇനി വേറൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് എന്താണെന്നറിയോ? ഇനിയാണോ ഈ ഒരു വീഡിയോയുടെ അടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് ആയിരുന്നത്? കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പക്ഷെ പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടോ. കമന്റ്സ് മാത്രമല്ല കേട്ടോ, വഴി പോകുന്നവരും വരുന്നവരും എല്ലാവരും ഇത് തന്നെ എന്നോട് ചോദിക്കാറ്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വയറ് എന്താ ആൾക്കാരും തോന്നും, എനിക്കും തോന്നാറുണ്ട്. അപ്പൊ
ഈ ഒരു പുള്ളിക്കാരി പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടി ആവാത്തത്. ചിലപ്പോ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ചിലപ്പോ അവരുടെ സാഹചര്യം എന്താണെന്നുള്ളതൊന്നും അറിയത്തില്ല. ചിലപ്പോ രാത്രി 24 മണിക്കൂറും പുള്ളിക്കാരൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമായിരിക്കും. അതായിരിക്കും അതിനുള്ള പരിഗണനയെങ്കിലും പുള്ളിക്കാരിക്ക് കൊടുക്കണ്ടേ. അപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നേരിട്ട് പറയുക, ഇത് ശരിയാവത്തില്ല, എനിക്കൊരു കുട്ടി ഉടനെ വേണം, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാരിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേറൊരു ആളുടെ കൂടെ പോയത്. എന്റെ ഒരു ഇത് പറയുവാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയാലോ, സ്വന്തം അമ്മയോട് പറയാലോ, അല്ലെ പുള്ളിക്കാരനോട് നേരിട്ട് അഖിലിനോട് പറയാ, പിന്നെ എനിക്ക് കുട്ടി വേണമെന്നുണ്ട്, പക്ഷെ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് തുറന്നു പറഞ്ഞൂടെ. പക്ഷെ പുള്ളിക്കാരനെ ഉറക്കി കിടത്തിയിട്ട് ഇങ്ങനെ പോയത് വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അഖിലിന്റെ കൂടെ ജീവിച്ച സമയത്ത് അവർക്ക് പൈസയ്ക്ക് ഒട്ടും കുറവില്ലായിരുന്നു. ഒരു പിന്നെ ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷെ അഖിലിന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട്, ഫുൾ ടൈം വേറൊരു റൂട്ടിലായത് കൊണ്ട് ചിലപ്പോൾ അവർക്ക് മടുത്ത് കാണും. ഇതൊക്കെ ഒരു ആഡംബര ജീവിതമായിരുന്നു. അതിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബസ് കണ്ടക്ടറുടെ കയ്യിൽ നയാ പൈസ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവൾ ഈ ബസ് കണ്ടക്ടറുടെ കൂടെ ജീവിച്ച് ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മനസ്സിലാവും പിന്നെ അഖിലിന്റെ കൂടെ തന്നെ നിൽക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഇവൻ പ്രാരാബ്ദവും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു കൂടി ആയിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇനി അഖിലിനോട് ഇവളെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട സ്നേഹവും കരുതലും ഒന്നും നിങ്ങൾ തരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ടായിരുന്നോ എന്നും അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ലാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി ഒളിച്ചോടി പോയത്. അങ്ങനെയും ചിന്തിച്ചൂടെ. എന്തായാലും ഒരു സ്വർഗം എന്നുള്ള രീതിയിൽ ഒരു ലൈഫ്, കാശിന് കാശ്, പിന്നെ വീടിന് വീട്, ബാക്കിയുള്ള എല്ലാം, ഭക്ഷണത്തിന് ഭക്ഷണം ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ഇല്ല എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടാണ്. സ്നേഹവും കരുതലും ഒന്നും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്നേഹവും ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്കേ കാണത്തുള്ളായിരിക്കും. പിന്നെ വീടും ഇല്ല, ചിലപ്പം പിന്നെ കഴിക്കാൻ ഭക്ഷണം പോലും നേരെ ചൊവ്വേ കിട്ടത്തില്ലായിരിക്കും. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.